ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആണ്. ഹെയർ ഡേയുടെ നാച്ചുറൽ ഹെയർ ഡേയുടെ ആണ്. ഞാൻ എപ്പോഴും ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. വീണ്ടും വീണ്ടും ഞാൻ കാണിക്കുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ റിസൾട്ട് കിട്ടിയത് ഈ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു 3-4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. ഇപ്പം എപ്പോ ചെയ്താലും ഇത് റിസൾട്ട് എപ്പോഴും റിസൾട്ടിന് എനിക്ക് കിട്ടും. കാരണം എനിക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും ഈ ഹെയർ ഡേ ചെയ്ത് നോക്കുക. നാച്ചുറൽ ഹെയർ ഡേ ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്നെ നിങ്ങൾ കാണുന്നത്. കണ്ടോ, എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ ചെയ്ത് റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അല്ലാണ്ട് റിസൾട്ട് കിട്ടാതല്ല പറയുന്നത്. അപ്പം നിങ്ങൾ എന്താ ഈ ഹെയർ ഡേ എന്നുള്ളത് എളുപ്പമാണ് ഉണ്ടാക്കാന്. എളുപ്പം തന്നെ ഉണ്ടാക്കാനുള്ള കാര്യമാണ്. നിങ്ങൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടിപ്പോകുന്നില്ല. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും ഈ ഹെയർ ഡേ? മുടി കട്ട കറുപ്പാവും എന്നുള്ള 100% ഉറപ്പാണ്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോഴേ നമ്മുടെ ഈ ഹെയർ ഡേക്ക് വേണ്ടി ഞാനിപ്പോൾ ഇതാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു. ഹെയർ ഡേക്ക് വേണ്ടി നമ്മുടെ ഈ ചെമ്പരത്തിയിൽ ഇതിനകത്തെ ഒരു 3-4 എണ്ണം എടുത്താലും കുഴപ്പമില്ല. ഞാൻ 2 എണ്ണം ഇടുന്നു കേട്ടോ. ഇതെടുക്കുക. കണ്ട, ഈ ഡൈക്ക് വേണ്ടി തല മുഴുവൻ കണ്ടോ മുഴുവൻ നരയാ. അതേ ഇതിനകത്തൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പം ഇതും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ഹെയർ ഡേക്ക് വേണ്ടി ഈ ചെമ്പരത്തിയൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. കുറേ ആയി എൻ്റെ ഇപ്പം ഞാനൊരു ചെയ്തിട്ട് 1 മാസമൊക്കെ ആകാറാവുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ജലദോഷവും കൂടെ ആയപ്പോൾ ഞാൻ കുറച്ച് വന്നിട്ടും ഞാൻ ചെയ്തില്ല. കണ്ടോ, നര നോക്ക് നിങ്ങൾ. കണ്ടോ നര? അപ്പം ഈ ചെമ്പരത്തി നന്നായിട്ട് കഴുകുക കേട്ടോ. ഞാൻ ഇതിനെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടത്തിയിട്ട് ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഞാൻ കളയും. ഇത് ഇങ്ങനെ എടുത്തിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ ഒരു 2 ഗ്ലാസ് ഇത്രയും വെള്ളവും കൂടെ ചേർക്കുക. ഇത് എടുക്കുന്നതിനകത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കഴുകണം നന്നായിട്ട് കേട്ടോ. ഇത്രയൊക്കെ കഴുകിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കാനുള്ളതിനകത്തോട്ട് നമ്മൾ എടുക്കുക. നമുക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഈ ഇതിനകത്തോട്ട് 2 ഗ്ലാസ് വെള്ളം, 2 വേണ്ട 1.5 മതി കേട്ടോ. 1.5 എപ്പോഴും എടുക്കണം, മറന്നു. എന്നിട്ട് 1 ഗ്ലാസ്സായിട്ട് ഒരു 3/4 ഗ്ലാസ്സായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടിയത് തേയില വെള്ളം കേട്ടോ. തേയില നല്ലതായിട്ട് ഒരു മൊത്തം 2 ഗ്ലാസ് അല്ല 2 ഇതുപോലത്തെ 2 സ്പൂണ് നല്ലതായിട്ട് കട്ടൻ ചായ അങ്ങോട്ട് തിളപ്പിക്കണം കേട്ടോ. ഇത് വിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ്സായിട്ട് പറ്റിച്ചെടുക്കാം. ഇത് ഞാൻ തലേദിവസം ഞാൻ ഇത് ഒരു വൈകിട്ട് ഒരു 5-5:30 ആയപ്പോൾ പറിച്ചെടുത്തതാണ്. മേലൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞ് സന്ധ്യ ആയപ്പം ഞാൻ ഈ തേയില വെള്ളവും ഇതും കൂടെ ചെമ്പരത്തിയും കൂടെ ഇതിനകത്തോട്ട് പറിച്ചെടുത്ത് തിളപ്പിച്ചെടുക്കുവാണ്. ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്കും ഇതിനെ തിളപ്പിച്ചങ്ങ് വെക്കുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. രാത്രിയിലാണ് നമ്മളിത് പാക്ക് ആക്കി വെക്കേണ്ടത്. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് അരിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ നല്ലതായിട്ടൊരു പറ്റി വന്നു. ഇനി നമുക്കിതിനെ അരിച്ചെടുക്കാം. അപ്പം നമ്മളിതിനെ അരിച്ചെടുക്കുവാണ്. അരിച്ചെടുക്കുമ്പോൾ ഈ സത്തുണ്ടല്ലോ, ഇതും കൂടെ പിഴിഞ്ഞ് നന്നായിട്ട് എടുക്കണേ. ചൂടുണ്ട്, തവി വെച്ച് അമക്കി എടുക്കണം. ഞാനൊന്ന് എടുക്കട്ടെ. 1.5 ഗ്ലാസ് വെള്ളം 3/4 ഗ്ലാസ്സായി പറ്റിച്ചെടുത്തു. ഈ വെള്ളം ഇച്ചിരി മാറ്റി വെച്ചോണം കേട്ടോ. കാരണം പിറ്റേ ദിവസം ആകുമ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇരിക്കുന്നതെങ്കിൽ ഈ വെള്ളം തന്നെ ഉപയോഗിച്ച് വേണം നമ്മൾ അതിനെ കലക്കിയെടുക്കാൻ കേട്ടോ. ഇവനെ ആറാൻ വെക്കട്ടെ. സൂപ്പറാട്ടോ. നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 പ്രാവശ്യം ചെയ്തേ പിന്നെ എനിക്ക് റിസൾട്ട് കിട്ടി കേട്ടോ. ഇപ്പം നല്ല റിസൾട്ടാണ്. നല്ല ബ്ലാക്കായി എൻ്റെ തലമുടി. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് വേണം പറയാൻ കേട്ടോ. ഇനിയിപ്പം നമ്മുടെ തേയില വെള്ളമെല്ലാം നല്ല വേഷിന് അവിടെ ഇരുന്ന് ആറി അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നെല്ലിക്കാപ്പൊടി 1 സ്പൂൺ മതി കേട്ടോ. 1 സ്പൂൺ നെല്ലിക്ക. എനിക്കിപ്പോൾ അറിയാം അളവേ, അതുകൊണ്ട് സ്പൂണൊന്നും എടുക്കാറില്ല. അയ്യോ, ഇച്ചിരി തീ കുറച്ച് വെച്ചേക്കണേ. നെല്ലിക്കാപ്പൊടി 1 സ്പൂൺ. 1 സ്പൂൺ നെല്ലിക്കാപ്പൊടി. നമുക്ക് ആവശ്യത്തിന്
നല്ല ചൂടായി കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഈ കൂട്ടാക്കാൻ കേട്ടോ. ഇതാക്കാൻ നമ്മുടെ ഹെന്ന പൗഡർ, മൈലാഞ്ചിപ്പൊടി നമുക്ക് ആവശ്യത്തിന് വേണം കേട്ടോ. നമുക്ക് ഇത്രയും വേണം. ഇത് രണ്ടും കൂടെ, നെല്ലിക്കാപ്പൊടി മൈലാഞ്ചിപ്പൊടിയും കൂടെ രണ്ടും കൂടെ നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം നമ്മുടെ കൂട്ടിലോട്ട്. എന്നിട്ട് ഇത് ഓഫ് ചെയ്തെടുത്തി കേട്ടോ. നമ്മുടെ ഇരുമ്പിന്റെ പാനാകുമ്പോഴുണ്ടല്ലോ, ഇരുമ്പിന്റെ അകത്ത് തന്നെ വേണം കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട്, തലേദിവസം ഇതാക്കുന്ന കേട്ടോ, ചൂടാക്കിയിട്ട് നമ്മുടെ തേയിലവെള്ളം ഉണ്ടല്ലോ ആവശ്യത്തിന് ചേർത്ത്, ഒത്തിരി ചേർക്കണ്ട, ആവശ്യത്തിന് ഇങ്ങനെ ചേർത്ത് നമ്മള് കേട്ടോ നല്ല ചൂടായിട്ടിരിക്കുക. അതുകൊണ്ടാണ് ഇത് നല്ലതായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇച്ചിരി ഏറെ വെള്ളം ചേർത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കണ്ടോ ആക്കി നന്നായിട്ട് ആക്കിയിട്ട് തീ ഓഫ് ചെയ്തേക്കോ കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇത് മൊത്തം ആക്കിയിട്ട് ഒരു ദിവസം രാത്രി 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മൂടി വെച്ചേക്കാം. നമുക്ക് 8 മണിക്കൂർ വേണം. കാരണം തലേന്നുണ്ടാക്കി ഞാനിത് രാത്രി ഉണ്ടാകും. എനിക്ക് വെളുപ്പിനെ തന്നെ ഇതെടുക്കും. ഞാൻ 6 മണിയാകുമ്പോൾ എനിക്ക് എടുക്കണം. കാരണം 6 മണിക്ക് എടുത്താലേ എനിക്ക് 2 ബാക്കുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് തന്നെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 6 മണിക്ക് എടുക്കും. ഇനി നമുക്കിതിനെ മൂടി വെച്ചേക്കാം കേട്ടോ. മൂടി വെക്കട്ടെ. എന്നിട്ട് 8 മണിക്കൂർ കഴിഞ്ഞ് കാണാം. അപ്പം നമ്മൾ ഒരു 8 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ ദാ ഇങ്ങനാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇതുകൊണ്ട് നമുക്ക് തേക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഇത് കണ്ടോ ഒട്ടും ഇതില്ലല്ലോ. അപ്പം നമ്മൾ എന്നാ ചെയ്യണം, നമ്മുടെ തേയില വെള്ളം നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, മാറ്റി വെച്ചേക്കണം. അല്ലെ പിന്നെയും തിളപ്പിച്ച് ചൂട് വാറിച്ച് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നേരത്തെ സൂക്ഷിച്ച് വെച്ചേക്കണം. ഇതേ കണ്ട ഇങ്ങനാക്കി ഇപ്പം തന്നെ നോക്ക് നല്ല കറുത്തിരിക്കുന്നത് കണ്ട. ഇനി നമ്മൾ നമ്മുടെ തലയിൽ പറഞ്ഞു തരാം കേട്ടോ, എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പം നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ കൊണ്ടുവന്നു. അടുക്കളയിൽ നമ്മൾ തലമുടി ആകത്തില്ലേ, അതുകൊണ്ട് കൊണ്ടുവന്നു. അപ്പം നിങ്ങൾ തലേദിവസം തന്നെ ഇത് ഷാമ്പു ഇട്ട് റെഡിയാക്കി വെച്ചേക്കണം തല. കാരണം ഞാൻ ഷാമ്പു അല്ല ഇടുന്നത്, ഞാൻ താളിയായിട്ട് ഇടുന്നത്. റെഡിയാക്കിയൊക്കെ വെച്ചേക്കണം. ഇതുകൊണ്ട് നീളം വെച്ച് കേട്ടോ, ഇച്ചിരി ഉള്ളു വരുത്തണം എനിക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ കഴുകിയെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പം ഇന്നലെ സന്ധ്യ ആയപ്പോഴാണ് ഞാൻ ആ ചെമ്പരത്തിപ്പൂ എല്ലാം പറിച്ച് മേലെല്ലാം കഴുകിയതിന് ശേഷം ഉണ്ടാവും ഈ ഉടുപ്പാണ്. അപ്പോൾ ഇന്ന് ഇത് കുളി കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റിയാൽ മതിയല്ലോ. അപ്പം ഇത് തലേദിവസം ആക്കി വെച്ചത് രാവിലെ 6 മണിയാകുമ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങും. കാരണം 6 മണിക്ക് ഇട്ടാലേ ഒരു 1.5 മണിക്കൂർ നമ്മൾ തലേ വെച്ചേക്കണം. 1.5 മണിക്കൂർ വെച്ച്, 1.5 ഇല്ല 1 മതി കേട്ടോ. ഞാൻ 1 ഇടയ്ക്ക് വെക്കത്തുള്ളൂ ചില ദിവസങ്ങളിൽ. പിന്നെ എനിക്കൊരു ടെൻഷനാണ്, അയ്യോ കറക്കുവോ അങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം മാസങ്ങളിൽ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും 1.5 മണിക്കൂർ വെക്കും. അപ്പോൾ നമ്മൾ ഇതങ്ങോട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കണ്ടോ നല്ല കറുപ്പാണ് ഇപ്പം തന്നെ. ഇനി നമുക്ക് ഇത് കണ്ടോ നിറച്ച് കാണാവോ നിങ്ങൾക്ക്? എൻ്റെ തലയിൽ ഒരു വെട്ടം ഭയങ്കരമായിട്ട് അടിക്കുന്നല്ലേ. ഇതിനി ഇങ്ങനെ അങ്ങോട്ട് നല്ലതായിട്ട് തേച്ച് കൊടുക്കുക. നന്നായിട്ട് തേച്ച് എൻ്റെ ഇവിടോ ഇതിനിടയും ഈ സൈഡ് ഇത്രയും ഭാഗത്താണ് ഭയങ്കര നര കേട്ടോ. ഇത് നിങ്ങൾ മാസത്തിലൊന്ന് എനിക്കിപ്പോൾ ചെയ്താൽ മതി. ചിലപ്പം നമ്മൾ തലയിൽ ഈ മുട്ടയൊക്കെ ചെയ്യത്തില്ലേ, അപ്പം ചിലപ്പം ഒരു മാസം എന്നുള്ളത് കുറച്ചുകൂടെ മുമ്പോട്ട് ചെയ്യേണ്ടി വരും. മുട്ടയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലവർ സംശയം ചോദിച്ചിട്ടുണ്ട്, ചേച്ചി അതൊക്കെ ചെയ്യുമ്പോൾ തലയിലെ ഡൈ പോവാ. ഒരിക്കലും പോത്തില്ല. കുറച്ച് ഡൈ ചെയ്തത് എന്താണേലും, ഏത് ഡൈ ആണേലും, പടയ നാച്ചുറൽ അല്ലാത്ത ഡൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എനിക്കങ്ങനെ പോവായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും അങ്ങനെ പോവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ ഇരുന്നതിന് ശേഷം
കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ ചെയ്ത് തേച്ച് 1.5 മണിക്കൂർ ഇരുന്നിട്ട് കുളിച്ചിട്ട് നമുക്ക് കാണാം. കാരണം എനിക്കിത് നന്നായിട്ട് തേക്കണം, നമുക്ക് നന്നായിട്ട് ചെയ്യുന്നുള്ള ഒരു ഇതായിട്ട് വേണ്ടേ നമ്മൾ ചെയ്യാൻ. അപ്പോൾ നിറച്ച് തേച്ച് ഇവിടെ സൈഡിലൊക്കെ ഉണ്ടാക്കി തേച്ചിട്ട് കുളിച്ചിട്ട് കാണാം കേട്ടോ. തല കുളിച്ചിട്ട് കാണാം. മേല് കഴുകുന്നില്ല, തല മാത്രം കഴുകിയിട്ടേ വരത്തുള്ളൂ. മേലിപ്പോൾ കഴുകത്തില്ല. അപ്പം നമ്മൾ തലയൊക്കെ കഴുകി നനഞ്ഞ ഈർപ്പനോട് കൂടി തന്നെ വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ കേട്ടോ. അടുത്ത എങ്ങനെയാണെന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം നമ്മൾ അതെല്ലാം ഇട്ട് തലയെല്ലാം കഴുകിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള നീലാമരി കേട്ടോ, നീലാമരി ആവശ്യമുള്ളത് എടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ കുടഞ്ഞൊക്കെ ആയിട്ട് എടുക്കുന്നത്, കാരണം എനിക്കിപ്പം നന്നായിട്ട് എൻ്റെ അളവറിയാം. നല്ല ഡേറ്റ് ഉള്ളതൊക്കെ നോക്കി മേടിക്കണം. എൻ്റെ നല്ല ഡേറ്റ് ഉള്ളതാണ്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടത്, ചെറിയ ഇളം ചൂടുവെള്ളം കേട്ടോ എടുത്തോണ്ട് വരട്ടെ. ഇളം ചൂടുവെള്ളത്തിൽ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് നിങ്ങൾ കുളമാക്കല്ലേ. അഥവാ ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും നിങ്ങൾ എന്നാ ചെയ്യണം, നീലാമരി ശകലം കൂടി ഇട്ടു. നീലാമരി എത്ര ഇട്ടാലും നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് തല മൊത്തമായിട്ട് ചെയ്യുന്നവരാണ് മൊത്തമായിട്ട് ചെയ്യാം. ഞാൻ ഈ നരയുള്ള ഭാഗത്തും പിന്നെ ലാസ്റ്റ് കുറച്ച് കൂടുതൽ കിട്ടുമ്പോൾ അതിനെ അങ്ങ് മൊത്തമായിട്ടങ്ങ് തേക്കും. ആദ്യം നരയുള്ള ഭാഗത്ത് മാത്രമാണ് തേക്കുന്നത്. ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞ് ഈ ഡൈ നിങ്ങളൊന്ന് ഉപയോഗിച്ചിട്ട് എന്നോട് റിസൾട്ട് പറ. നിങ്ങൾ ആരാണ്ടോ കുറച്ച് ആൾക്കാർ ഉപയോഗിച്ചിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവരുടെ പിന്നായിട്ട് അവരുടെ പിന്ന് ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഏറ്റവും ഫ്രണ്ടിൽ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പിന്നായിട്ട് ഞാൻ ഇട്ടേക്കാം. കണ്ട, ഇതിരുന്ന് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കൂട്ടിയിട്ട് നല്ലതായിട്ട് ചെയ്യണേ. ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ചെമ്പരത്തിപ്പൂ ഇടണം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് ആ വെള്ളത്തിൽ പനിക്കൂർക്കയുടെ ഇല, ഈ നീരുവീഴ്ചയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഇടാം. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാനത് ഇട്ടില്ല, കാരണം എനിക്ക് വലിയ പ്രശ്നമില്ല. നിസ്നോഫിലിയയുടെ ഗുളിയൊക്കെ കഴിച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഞാനതൊന്നും ഇപ്പം നോക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് മൂടി വെക്കാവേ. അന്നേരം നമ്മുടെ നീലാമരി കലക്കി വെച്ചിട്ട് 10 മിനിറ്റായി കണ്ട. അപ്പം ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്കിത് ഉപയോഗിക്കാം. അന്നേരം നമ്മൾ തലയിൽ മറ്റേ തേച്ച് കഴുകിയെല്ലാം കഴിഞ്ഞല്ലോ. അപ്പം ഒത്തിരി വലിയ അങ്ങേറ്റത്തെ റിസൾട്ട് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അത് ആദ്യത്തെ പാക്ക് ഇട്ട് കഴിയുമ്പോൾ എന്നാലും എനിക്ക് ഒരുവിധം റിസൾട്ടൊക്കെ ഇപ്പൊ ഒത്തിരി പ്രാവശ്യം ഇട്ടില്ലേ, അതുകൊണ്ട് അതൊക്കെ കിട്ടി. ഇതേ പരുവത്തി ഈ ഈർപ്പനായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നീലാമരി തേക്കണം കേട്ടോ. അതിന്റെ മേളിൽ തന്നെ നീലാമരി നല്ല വൃത്തിക്ക് തേച്ച് പിടിപ്പിക്കുക. സ്കാൽപ്പലെല്ലാം തേച്ചതിന് ശേഷം മുടി മൊത്തമായിട്ടും തേക്കാം. നീലാമരിക്ക് ഒരു കുഴപ്പമില്ല. അപ്പം ഇതെല്ലാം തേച്ച് കഴിഞ്ഞ് ഫുള്ളാക്കി 1 മണിക്കൂർ ഇരുന്നാൽ മതി. 1 മണിക്കൂർ ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ നിങ്ങൾ കഴുകിക്കളയുക. ആദ്യത്തെ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കമന്റ് ഇടരുത്. 4ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. പിന്നെ തൊട്ട് മുടി ശരിക്കും ബ്ലാക്ക് കളറായിട്ട് തന്നെ ഇരിക്കും. ഞാൻ എപ്പോഴും നിങ്ങളെ കാണിക്കാം. ഇതിട്ട് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. അന്നേരം അപ്പോഴേ എന്നോട് പറയാവുള്ളൂ കേട്ടോ. എന്നിട്ട് കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ചെയ്തിട്ട് കിട്ടിയവരുണ്ട് എന്ന് കമന്റ് ഇടണം. പിൻ ചെയ്തേക്കാം അവരുടെ കേട്ടോ. അപ്പൊ ഇത് ഞാൻ നല്ല വൃത്തിക്കൊന്ന് ചെയ്യട്ടെ. ചെയ്യുമ്പോഴല്ലേ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ചെയ്തതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ഡൈ എല്ലാം തേച്ച് കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോ ദാ നമ്മുടെ മുടി കണ്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. ഫുള്ള് കറുത്തു കണ്ടോ. ഇവിടെയൊക്കെ നരയുണ്ടായിരുന്നല്ലേ, ഫുള്ള് കറുത്തു. ഇവിടെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, ഇതുമെല്ലാം കറുത്തു കണ്ടോ. അപ്പം ഞാന് വെറുതെ കഴുകിയത് കേട്ടോ, വെറുതെ കഴുകിയത്. ഇപ്പൊ സൂപ്പറായില്ലേ, അടിപൊളിയായില്ലേ. 1 മിനിറ്റ് മോൻ വിളിച്ചപ്പോഴത്തേക്കും വെച്ചതാട്ടോ. അവൻ ഡൽഹിയിലല്ലേ ഇപ്പം. അപ്പം നോക്കിക്കേ, നിങ്ങളെല്ലാം നോക്കിക്കേ. ഞാൻ ചെയ്തത് അടിപൊളി റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. നിങ്ങളപ്പം തീർച്ചയായിട്ടും ഇത് ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ. ഞാനാണ് പറയുന്നത്, സൂപ്പറാണ്, സൂപ്പർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മുടിയിട്ടൊന്നല്ല അല്ലേ, ഉണങ്ങാനുണ്ട് കേട്ടോ. എന്താ മുടി ഉണങ്ങാനുണ്ട്. ഇവിടെ താഴെ കിടക്കുന്നല്ല മുടി കണ്ടോ.
അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.